ഇതാണ് ഞങ്ങളുടെ പുന്നാര ബിന്ദു ചേച്ചി. ബിന്ദു ചേച്ചി ഞങ്ങളെ ബാസലിലെ ഹെർബ്സ് ഫെസ്റ്റ് കാണാൻ വേണ്ടി വിളിച്ചതാണ്. ഞങ്ങൾ നേരെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ചേച്ചി നിറച്ച് ഫുഡ് ഉണ്ടാക്കി വെച്ചിരിക്കുമായിരുന്നു. കപ്പ ഇറച്ചിയും മത്തി വറുത്തത്, ചക്കയുടെ എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും ടേസ്റ്റ് ചക്കയുടെ ഞാൻ ഈ അടുത്ത കാലത്ത് കഴിച്ചിട്ടില്ല. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. ഫെസ്റ്റിൽ പോയി അവിടുന്ന് ഫുഡ് കഴിക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്താണ് ഇവിടുന്ന് പോയത്. പക്ഷേ ചേച്ചിയുടെ ഫുഡ് ടേസ്റ്റ് കാരണം ഞങ്ങൾ ഓൾമോസ്റ്റ് വയറ് ഫുള്ളാക്കിയാണ് ഞങ്ങൾ ഫെസ്റ്റിന് പോയത്. ഫെസ്റ്റ് രാത്രി കാണുന്ന ഭംഗിയെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഫെസ്റ്റിന് പോയി. അവിടെ ചെന്നപ്പം ഒത്തിരി റൈഡ്സും കാര്യങ്ങളും പിള്ളേരൊക്കെ പോയി കഴിഞ്ഞെന്നാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് രസമാണ്. ഈ വർഷത്തെ ഫെസ്റ്റ് എന്തായാലും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഇയറിൽ എല്ലാവർക്കും പോകാൻ പറ്റിയൊരു സ്ഥലമാണ് ബാസലിലെ ഹെർബ്സ് ഫെസ്റ്റ്. പറ്റുവാണെങ്കിൽ എല്ലാവരും പോയി കാണണം. അത്രയ്ക്ക് അടിപൊളിയാണ്. ഇതൊരു 4 സ്ഥലത്തായിട്ടാണ്. അപ്പോൾ ഈ കറക്റ്റ് വീഡിയോയിൽ നമുക്കത് കിട്ടിയിട്ടില്ല. ഭയങ്കര ഹ്യൂജാണ്. ഒരുപാട് റൈഡ്സ് ഉണ്ട്. പല പല സ്ഥലത്തായിട്ടാണ്. നമ്മൾ നടന്ന് അവിടെ ഇവിടെ ആയിട്ട് പോകണം. ഇവർ കുറേ റൈഡ്സിലൊക്കെ കയറി. പിന്നെ കുറേ എണ്ണത്തിൽ കൊച്ചിന് കയറാൻ പറ്റില്ലായിരുന്നു, ഹൈറ്റ് കുറവായുണ്ട്. ഉള്ളത് പറയാലോ, എനിക്ക് ഭയങ്കര പേടിയായി റൈഡ്സിൽ കയറാൻ. പിന്നെ നമ്മുടെ ലിജിവാളുമാണ് കൊച്ചിന് കൂട്ടുപോയത്. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. അവരെന്തായാലും ശരിക്കും എൻജോയ് ചെയ്തു. ഋതു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പുള്ളിക്ക് അവിടെ നിന്ന് പോരണന്നേ ഇല്ലായിരുന്നു. ഓടി നടന്ന് ഓരോ റൈഡ്സിൽ കയറണം എന്നായിരുന്നു ആഗ്രഹം. കുറേ എണ്ണത്തിലൊക്കെ കയറി. എല്ലാം ഒന്നും പറ്റത്തില്ലായിരുന്നു. കുറേ നേരം ഞങ്ങൾ അതിലെ റൈഡ്സ് എല്ലാം കയറി കാഴ്ചകളെല്ലാം കണ്ട് നടന്നു. അത് കഴിഞ്ഞപ്പം കൊച്ചിന് കുറച്ച് വിശക്കാനൊക്കെ തുടങ്ങി. ഞങ്ങളെല്ലാവരും വയറ് ഭയങ്കര ഫുള്ളായിരുന്നു. പിന്നെ ഏത് ഫെസ്റ്റിൽ പോയാലും ക്രെപ്സ് കഴിക്കുക എന്നുള്ളൊരു ആചാരമാണ്. ഒരു ക്രെപ്സ് ചോക്ലേറ്റ് സ്ട്രോബെറി മേടിച്ച് കഴിച്ചു. അതും നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഞങ്ങളൊരു 10-10:30 വരെയൊക്കെ അവിടെ നിന്ന് എന്നിട്ട് തിരിച്ച് ബിന്ദു ചേച്ചിയുടെ വീട്ടിലേക്ക് തന്നെ പോയി. അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്തത്. അന്ന് ഞങ്ങൾ ആരും ഉറങ്ങിയില്ല. ഒരുപാട് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ബിന്ദു ചേച്ചി പക്ഷേ രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി പുട്ടും കടലക്കറിയും കുമ്പളപ്പമൊക്കെ ഉണ്ടാക്കി തന്നു. കാപ്പികൂടി എല്ലാം കഴിഞ്ഞ് ഒരു 11 മണിയോടുകൂടി മനസ്സോടെ ഞാനും ബിന്ദു ചേച്ചിയും മോളും തിരിച്ച് സൂറിക്കിലേക്ക് യാത്രയായി.